ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തേങ്ങാച്ചോറും പരിപ്പ് കറിയും ചിക്കൻ കറിയുമാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും, എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ ഈ ചെരുവത്തിൽ നിർമ്മലിൻ്റെ മട്ട റൈസാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഈ ചെരുവത്തിന് 2.5 ചെരുവം വെള്ളമാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ഈ അരി 1.5 മണിക്കൂർ കുതിർക്കാനിടണം. ഇനി അരപ്പിന് വേണ്ടി ഞാൻ ഒരു തേങ്ങയുടെ എടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, പിന്നെ ഗരം മസാല ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ അരിയെടുത്ത പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്ത് മിക്സിയുടെ ജാറും കൂടെ കഴുകി ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ അത് നിറയെ ഞാൻ ഒഴിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. ഈ അരിയെടുത്ത പാത്രത്തിൽ നമുക്ക് 2.5 പാത്രം വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് വേണ്ട അരപ്പും വെള്ളവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്ക് നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. അത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് സവാള അരിഞ്ഞത്, പിന്നെ കുരുമുളക്, പട്ട, ഗ്രാമ്പു, 3 ഏലക്ക ചതച്ചത്. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളിയിട്ട് ഒന്ന് വരട്ടിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി അതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ വെക്കാം. അപ്പോൾ അത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി നമുക്ക് ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് ഞാൻ 2 പട്ടയുടെ ഇലയും കൂടി ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഞാനിവിടെ വീട്ടിൽ ഉള്ളത് കൊണ്ടാണ് ഇട്ടത്. അപ്പോൾ ദാ നല്ലതുപോലെ ചോറൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പരിപ്പ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് അത് ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് പയറിട്ടൊന്ന് വറുത്തെടുക്കണം. അതാ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആറിയിട്ട് നമുക്കിതേപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേപോലെ ഒരു മുറത്തിലിട്ട് ഒന്ന് പാറ്റിയെടുക്കണം. എന്നിട്ട് ആ സൈഡിലുള്ള പൊടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഈ പയറൊന്ന് കഴുകി വാരിയെടുക്കണം. കഴുകി വാരിയിട്ട് ഞാനിത് ചട്ടിയിലാണ് വയ്ക്കുന്നത്. ചട്ടിയിലോട്ടിട്ട് അതിലേക്ക് 2-3 കൊച്ചുള്ളിയും 2 പച്ചമുളകും കീറിയിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഈ അരപ്പിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 3 വെളുത്തുള്ളിയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തൊന്ന് അരച്ചെടുത്ത് അതിലേക്ക് നമ്മുടെ ഈ വെന്ത പയറും കൂടെ ചേർത്ത് ഒന്ന് കറക്കിയെടുക്കാം. അപ്പം ഞാൻ കറക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കിയ ചട്ടിയിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം.
പിന്നെ അതിലേക്ക് നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും കടുവും കൂടെ താളിച്ചൊഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡി. നമുക്ക് ഈസി ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും ഇട്ട് പിന്നെ അതിനൊക്കെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത്രയും ഞാൻ വഴറ്റിയെടുക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മളൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് മുളകും മല്ലിയും മഞ്ഞളും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ചിക്കനിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പട്ടയുടെ ഇലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറും പരിപ്പ് കറിയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പെരുന്നാളിനും ബിരിയാണിയൊക്കെ വെക്കുന്നവർ ഒന്ന് ഈ തേങ്ങാച്ചോറ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പെരുന്നാൾ ആശംസകൾ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.